നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയും തോറ്റതോടുകൂടി ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. ഒപ്പം സെലക്ടേഴ്സിനെതിരെയും വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ പരിശീലക സ്ഥാനത്ത് തുടരുമോ എന്നുള്ള ചോദ്യത്തിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BCCI ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല, ഇന്ത്യൻ ക്രിക്കറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വലിയ തീരുമാനങ്ങൾ BCCIയുടെ ഭാഗത്ത് വരുമോ? ആ കാര്യത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ദേവേന്ദ്ര പാണ്ഡെ എക്സ്പ്രസ് സ്പോർട്സിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്രസ് സ്പോർട്സിൽ ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്യുന്നു, BCCI നോട്ട് ടു മേക്ക് എനി നീ ജേർക്ക് ആക്ഷൻസ് ആഫ്റ്റർ യെറ്റ് അനദർ ഹോം ടെസ്റ്റ് സീരീസ് ലോസ്. ഒരു ഞെട്ടിക്കുന്ന തരത്തിലുള്ള നീക്കത്തിനും തീരുമാനത്തിനും BCCI ഇപ്പോഴില്ല. അവരൊരു BCCI ഒഫീഷ്യലിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ എങ്ങനെയാണ്? BCCI ഒഫീഷ്യൽ പറയുന്നു, ദി BCCI വിൽ നോട്ട് റഷ് ഇൻ ടേക്കിംഗ് എനി ഡിസിഷൻസ്. ദി ടീം ഈസ് ഇൻ ട്രാൻസിഷൻ ഫേസ്. ടീം ഇപ്പോൾ ഒരു ട്രാൻസിഷൻ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനൊന്നും BCCI പോകുന്നില്ല. കോച്ച് ഗൗതം ഗംഭീറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനവും വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എടുക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2027 വരെയുണ്ട്. 2027 വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനവും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നില്ല. എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് T20 വേൾഡ് കപ്പ് കിടപ്പുണ്ട്. 2026 ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ആ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ ആ സമയം അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഹെഡ് കോച്ചിനെ മാറ്റാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് BCCIയുടെ ഒഫീഷ്യൽ പറഞ്ഞത്. ഒപ്പം തന്നെ പറയുന്നു, പകരം BCCI ചെയ്യാൻ പോകുന്നത് എന്താണ്? BCCI വിൽ സ്പീക്ക് ടു സെലക്ടേഴ്സ് ആൻഡ് ദി ടീം മാനേജ്മെൻറ്റ്. അപ്പോൾ ടീം മാനേജ്മെൻറ്റിനോടും സെലക്ടേഴ്സിനോടുമൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കും. ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കും. എന്നാൽ ദർ വോണ്ട് ബി എനി നീ ജേർക്ക് ആക്ഷൻ. വല്ലാത്ത രൂപത്തിൽ ഒരു നീ ജേർക്ക് ആക്ഷൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞെട്ടിക്കുന്ന തീരുമാനങ്ങളും മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇങ്ങനെ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ BCCI ഒഫീഷ്യൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 12 മാസത്തിനിടക്ക് 3 ടെസ്റ്റ് പരമ്പരകൾ തോറ്റത് 2 നാട്ടിലാണ്. ഒന്ന് ന്യൂസിലാൻഡിനെതിരെയും ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും, പിന്നെ ഒന്ന് BGTയിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് തോൽക്കുകയുണ്ട്. അതവേ മത്സരം. പക്ഷേ ഇതിനിടക്ക് ഇപ്പം വെസ്റ്റ് ഇൻഡീസിനെതിരെ തകർപ്പൻ ജയം നേടിയിട്ടുണ്ട് നാട്ടിൽ. ഇംഗ്ലണ്ട് പോയിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് സമനില പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട നേട്ടങ്ങളും അതിനിടയ്ക്കുണ്ട്. കൂടാതെ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്, ഏഷ്യ കപ്പ് നേടിയിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടിയാണല്ലോ എടുക്കുക. ഗൗതം ഗംഭീർ ടെസ്റ്റ് ടീമിൻ്റെ മാത്രം കോച്ചല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഗംഭീറും പറയുന്നുണ്ട്, ഈ സെയിം ഞാൻ തന്നെ അല്ലേ ഇംഗ്ലണ്ട് പോയിട്ട് റിസൾട്ട് ഉണ്ടാക്കിയത്, ഏഷ്യ കപ്പ് എടുത്തത് ഞാൻ തന്നെ അല്ലേ, ഈ ചാമ്പ്യൻസ് ട്രോഫി എടുത്ത് എൻ്റെ കീഴിൽ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഗതി വളരെ ക്ലിയറാണ്. അദ്ദേഹം തുടരും, മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ വിഷയത്തിൽ ഗംഭീർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു എക്സ്ക്യൂസായിട്ട് പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അത് ഇന്നലെ പറഞ്ഞതാണ്. ഞാനൊരു എക്സ്ക്യൂസായിട്ട് പറയുന്നതല്ല. ഞാൻ മുമ്പും അങ്ങനെ എക്സ്ക്യൂസുകൾ പറയുന്ന ആളല്ല, ഭാവിയിലും എക്സ്ക്യൂസുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 5 ബാറ്റേഴ്സ്, ടോപ്പ് 8ലെ 5 ബാറ്റേഴ്സ് 15 ടെസ്റ്റ് മാച്ചുകളേക്കാൾ കുറവ് കളിച്ചിട്ടുള്ളവരാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. അവർ ഗ്രോ ചെയ്യും, വളരും. ദേ ആർ ലേണിംഗ് ഓൺ ദി ജോബ്, ദേ ആർ ലേണിംഗ് ഓൺ ദി ഫീൽഡ്. ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ടോപ്പ് ക്വാളിറ്റി സൈഡിനെതിരെ കളിക്കുമ്പോൾ എളുപ്പമുള്ള കാര്യമല്ല. സോ അവർക്ക് നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക, അതിനവർക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഐ നോ ദാറ്റ് ഐ ഹേറ്റ് യൂസിങ് ദിസ് വേർഡ് ട്രാൻസിഷൻ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ട്രാൻസിഷൻ ഈസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ താരങ്ങൾ അത് പഠിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സമയം കൊടുക്കണം എന്നാണ് കോച്ച് ഗൗതം ഗംഭീറിൻ്റെ വാക്കുകൾ. അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഗംഭീറിനൊന്നും ആരും മാറ്റുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.